الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. وقال الله تعالى في القرآن الكريم: فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا، ذلك الفوز العظيم. وقال نبينا صلى الله عليه وسلم: إن الله جعل الحق على لسان عمر وقلبه. ബഹുമാനപ്പെട്ട ഉസ്താദ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാമുമായി ബന്ധപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരിലൂടെ വളർന്നു വന്ന ഒരു സമൂഹമാണ് സഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നക്ഷത്രത്തുല്യമാണെന്ന് പറയുകയും അതിൽ നിന്നും 10 പേർക്ക് സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും അതിൽപ്പെട്ട 4 പേരെ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ 4 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവർ. അവരിലെ 2ാം സ്ഥാനക്കാരനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. അത് മറ്റാരുമല്ല, നമ്മളെല്ലാം രാഷ്ട്രപിതാവായ ഗാന്ധി പോലും ആഗ്രഹിച്ച ഭരണാധികാരി, കിസ്രയും കൈസറും മുട്ടുമടക്കിയ ലോകത്തിന്റെ 2 മടക്കി ഭരിച്ച ചക്രവർത്തി, അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ വെച്ച് ഏറ്റവും ധീരനും ശക്തിശാലിയുമായ ഉമർ റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരണം ഒരു വിജയമായിരുന്നു. അദ്ദേഹത്തിന് ഹിജറ ഒരു സഹായമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണം റഹ്മത്തായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നവരെ കഅബയിൽ പോയി നമസ്കരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്തുന്ന ലക്ഷ്യത്തോടെ പുറപ്പെടുകയും എന്നാൽ തന്റെ സഹോദരി ഫാത്തിമ ഇസ്ലാമിനെ പരിചയപ്പെടുകയും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സബദത്തിച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് പകരം വയ്ക്കാൻ സാധിക്കാത്തതിനുള്ള സേവനങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ക അലാ ലിസാനി ഉമർ വ ഖൽബിഹി. നിശ്ചയം അല്ലാഹു സത്യത്തെ ഉമറിന്റെ നാവിലും ഹൃദയത്തിലും ആക്കിയിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ പിൻഗാമിയാക്കാൻ തീരുമാനിക്കുകയും എന്നാൽ അത് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പിന്മാറുകയുണ്ടായി. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ ഏറ്റെടുക്കേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ലോകത്തിന് മാതൃകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറിന്റെ ആശയം നാളെ ഹിസാബിൽ കൊള്ളുക എന്ന് പറഞ്ഞ കാരനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നാൽ ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രകാരമായിരുന്നു.
ഗാന്ധി പോലും പറഞ്ഞ ഭരണം ഇന്ത്യയിൽ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ആ ഭരണം എത്രയോ നീതിയായിരിക്കണം. കിസ്രയും കൈസറും ലോകത്തെ ഇരുവരാജ്യങ്ങളെ ഏകോപിച്ച് ഭരണം നടത്തുമ്പോഴും അല്ലാഹുവിനെയോ റസൂലിനെയോ മാറ്റി നിർത്താൻ അദ്ദേഹം തയ്യാറായില്ല. തന്റെ പ്രജകളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടു. സമ്പത്ത് വന്ന് ഭൂമിന്റെ കൂടിയിട്ടു. സഹോദരങ്ങളെ 14 കഷ്ണം തുണി വെച്ച് തയ്ച്ച വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു തോട്ടക്കാരൻ അദ്ദേഹത്തിന് അസറിന്റെ ജമാഅത്ത് നഷ്ടമായതുകൊണ്ട് ആ തോട്ടം മദീനയിലെ മിസ്കിനുകൾക്ക് ദാനം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന് അവസാന സന്ദർഭത്തിൽ സുബഹി നമസ്കാരം 6 പൂർത്തിയായിട്ട് വീണപ്പോഴും നമസ്കാരം പൂർത്തീകരിക്കാൻ ഞാൻ കാണിക്കുകയുണ്ടായി. സഹോദരനെ നാം മനസ്സിലാക്കുക, ഈ സഹാബത്താണ് നമുക്ക് മാതൃകയാവേണ്ടത്. അവരുടെ ജീവിതത്തിലാണ് തഖ്വ, നമസ്കാരത്തിന്റെ വിഷയത്തിലുണ്ടാകുന്ന സൂക്ഷ്മത. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ നമുക്കും നാമായി ബന്ധപ്പെട്ട തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.